Welcome to Dr. Dan's Psychological Facts. Subscribe now for fresh weekly episodes. ഹായ്, തലവേദന എന്ന് പറയുന്നത് നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള ഒരു വാക്കും ഫീലിങ്ങുമാണ്. തലവേദന ഫീൽ ചെയ്തിട്ടില്ലാത്ത അല്ലെങ്കിൽ അനുഭവിച്ചിട്ടില്ലാത്ത ആൾക്കാർ ഈ ലോകത്തിൽ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. ചിലർക്ക് മിനിറ്റുകളാണ് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചിലർക്ക് മണിക്കൂറുകളും മറ്റു ചിലർക്ക് ദിവസങ്ങളുമായിരിക്കാം. ചിലർക്ക് തലയുടെ മുൻഭാഗത്താണെങ്കിൽ, അതായത് നമ്മുടെ ഫോർഹെഡിലാണെങ്കിൽ, ചിലർക്ക് മുകളിലായിരിക്കാം, ചിലർക്ക് കണ്ണിൻ്റെ പിറകിലായിരിക്കാം. അങ്ങനെ പല സ്ഥലത്തായിരിക്കാം ഈ തലവേദന ഫീൽ ചെയ്യുന്നത്. ഈ തലവേദന എന്ന് പറയുന്നത് ദൈനംദിനം ഫീൽ ചെയ്യുന്ന ആൾക്കാരും വിരളമല്ല. എന്നാൽ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന തലവേദനയ്ക്ക് നമ്മൾ മൈഗ്രെയിൻ എന്നോ കൊടിഞ്ഞി എന്നോ ഒക്കെ ഉള്ളൊരു പേര് കൊടുത്ത് നമ്മളങ്ങ് ജീവിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഭൂരിഭാഗം ആൾക്കാരും ഈ തലവേദന എന്ന് പറയുന്നതിന് വലിയ പ്രാധാന്യം കൊടുക്കാറില്ല. പക്ഷേ ചിലർ നിരന്തരമായിട്ടുള്ള ദൈനംദിനമായിട്ടുള്ള ഈ തലവേദന കാരണം ഡോക്ടേഴ്സിനെ കാണുകയും ടെസ്റ്റുകൾ നടത്തുകയും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ഡയഗ്നോസ് ചെയ്യാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യും. ചിലർക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവും. എന്നാൽ ഭൂരിഭാഗം ആൾക്കാർക്കും ഈ തലവേദനയുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രശ്നവും ഏതെല്ലാം ടെസ്റ്റുകൾ നടത്തിയാലും സ്കാനിങ്ങുകൾ നടത്തിയാലും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇവർക്ക് ഈ തലവേദനയിൽ നിന്ന് ഒട്ടും മോചനവുമില്ല. അപ്പോഴാണ് നമ്മളിതിനെ കൊടിഞ്ഞി, മൈഗ്രെയിൻ എന്ന ഓമന പേര് വിളിക്കുന്നത്. ശരിയാണ്, അത് മൈഗ്രെയിൻ ആയിരിക്കാം, കൊടിഞ്ഞി ആയിരിക്കാം. പക്ഷെങ്കിൽ ഇതിൻ്റെ പിന്നിൽ കുറേ കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ കാരണം കണ്ടുപിടിക്കാനായി ഡോക്ടേഴ്സ് പല പല ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ടെങ്കിലും ഒന്നും ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള സാഹചര്യത്തിൽ ഇതിൽ കാരണങ്ങളൊന്നുമില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. ശാരീരികമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ ടെസ്റ്റുകളിൽ കാരണങ്ങൾ കണ്ടുപിടിക്കാതിരിക്കുമ്പോൾ. ഇതിന് മറ്റ് കാരണങ്ങളുണ്ട്. ഇത് ശാരീരികമല്ല എന്നല്ല പറയുന്നത്, കൂടുതലും മാനസികമാണ്. മാനസികമായിട്ടുള്ള കാരണങ്ങളാൽ ഇത് ശരീരത്തിനെ അഫക്റ്റ് ചെയ്യുകയാണ്, ബാധിക്കുകയാണ്. ഇങ്ങനെ ബാധിക്കുന്ന അവസ്ഥയിൽ തലച്ചോറിനുള്ളിൽ കെമിക്കൽ ചേഞ്ചസും മറ്റ് അനവധി വ്യതിയാനങ്ങളും ഉണ്ടാകുന്നതിൻ്റെ ഫലമായിട്ടാണ് ഈ തലവേദന അപ്പോൾ നമ്മൾക്ക് ഫീൽ ചെയ്യുന്നത്. ഇത് കുറേ ദിവസം നിലനിൽക്കുന്നു. ഈ കെമിക്കൽ ചേഞ്ചസ് കുറച്ച് ദിവസം നിലനിൽക്കുന്നത് കൊണ്ടാണ് നമ്മൾക്കത് കുറേ ദിവസമായിട്ട് തലവേദന ഫീൽ ചെയ്യുന്നത്. നമുക്ക് ഹാനികരമായിട്ടുള്ള ആൾക്കാരുമായി അടുത്ത് ജീവിക്കേണ്ട, അടുത്തിടപഴകേണ്ട സാഹചര്യങ്ങൾ വരുമ്പോൾ പലതരത്തിലുള്ള, പ്രധാനമായി പറഞ്ഞാൽ 6 തരത്തിലുള്ള തലവേദനകൾ ഇതനുഭവിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്നുണ്ട്. അതായത് ഈ പറഞ്ഞ ഹാനികരമായ വ്യക്തി നമ്മുടെ ജീവിതത്തിൽ അവർ ഏത് തരത്തിലുള്ള ടാക്റ്റിക്സാണ് നമ്മളെ കൺട്രോൾ ചെയ്യാനായിട്ട് അവർ എടുക്കുന്നത് എന്നനുസരിച്ച് 6 തരത്തിലുള്ള തലവേദനകളാണ് ഞാൻ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ മുമ്പുള്ള എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് വാക്കിംഗ് ഓൺ എഗ്ഷെൽ ഹെഡേക്ക് എന്നുള്ളതാണ്. അതായത് നമ്മുടെ കൂടെ ജീവിക്കുന്ന വ്യക്തി, എന്നാൽ നമുക്ക് അവരിൽ നിന്നും മാറി ജീവിക്കാനും പറ്റുന്നില്ല. ഈ കൂടെ ജീവിക്കുന്ന വ്യക്തി നമ്മളെ കൺട്രോൾ ചെയ്യാനായി എടുക്കുന്ന ചില ടാക്റ്റിക്സ്, സ്ട്രാറ്റജീസ് അല്ലെ വഴികളിൽ അവർക്ക് ദേഷ്യമുണ്ടാകാതെ നമ്മൾ അവരെ പേടിച്ച് ജീവിക്കുന്ന അവസ്ഥയിലുണ്ടാകുന്നൊരു തലവേദനയായിരുന്നു വാക്കിംഗ് ഓൺ എഗ്ഷെൽസ് എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന തലവേദന എന്ന് പറയുന്നത് ലവ് ബോംബ് വിഡ്രോവൽ ക്രാഷ് എന്നൊരവസ്ഥയിൽ ഉണ്ടാകുന്ന തലവേദനയാണ്. ഇത് നിങ്ങൾക്ക് ഈ ഭാഗത്താണ് തലവേദന നിരന്തരമായി ഫീൽ ചെയ്യുന്നതെങ്കിൽ ഇത് ലവ് ബോംബ് വിത്ഡ്രോവൽ ക്രാഷ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ഉണ്ടാകുന്ന തലവേദനയാണ്. ലവ് ബോംബ് വിത്ഡ്രോവൽ ക്രാഷ് എന്ന് പറയുമ്പോൾ ഈ ഹാനികരമായിട്ടുള്ള വ്യക്തി എന്ന് വെച്ചാൽ നമുക്കൊരു ടോക്സിക് പേഴ്സൺ എന്ന് പറയാം. ഈ വ്യക്തി നമ്മുടെ പാർട്ട്ണറാകാം, അതായത് ഭാര്യയാവാം, ഭർത്താവാകാം, കാമുകനാകാം, കാമുകിയാകാം, മാതാപിതാക്കളിൽ ആരെങ്കിലും ആകാം, സുഹൃത്തുക്കളാവാം, ആരുമാകാം. നമ്മളുമായി ഏറ്റവും അടുത്ത് ഇടപഴകേണ്ടി വരുന്ന ആൾക്കാർ. എന്നാൽ നമുക്ക് ഇവരിൽ നിന്നോട്ട് മാറിപ്പോകാനും പറ്റത്തില്ല. ഈ അവസ്ഥയിൽ എന്നാൽ ഈ വ്യക്തി ടോക്സിക് ആവുകയും എന്നുവെച്ചാൽ നമുക്ക് ഹാനികരമാവുകയും ചെയ്യുന്നൊരവസരത്തിൽ ഈ വ്യക്തിക്ക് എന്തെങ്കിലും പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉണ്ടാവാം. സാധാരണയായി പറയുന്നത് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറുള്ള ആൾക്കാരാണ് ഇത് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള ആൾക്കാർ ഇവരുടെ മുമ്പിൽ കിട്ടുന്ന ഈ വ്യക്തിയെ, അതായത് ഞമ്മളോ സുഹൃത്തുമാകാം, ആരുമാകാം, ഈ വ്യക്തിയെ കൺട്രോൾ ചെയ്യാനായി, അവരെ ഇവരുടെ പരിധിക്ക് നിർത്താനായി ആദ്യം ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഭയങ്കരമായി സ്നേഹിക്കുന്നു എന്നവരെ കാണിക്കുക. ഇത് കാണിക്കുന്ന അവസ്ഥയിൽ ഇവർക്ക് ഒരുപാട് ഗിഫ്റ്റുകൾ അവർ കൊടുക്കാം, അതല്ലെങ്കിൽ ഭയങ്കരമായി ഇവരെ സഹായിക്കാം, ഒരു മൈക്രോ മാനേജ്മെൻറ്റ് ഇവരുടെ എല്ലാ കാര്യങ്ങളിലും കൊണ്ടുവരാം, ഭയങ്കരമായി അവരെ സ്നേഹിച്ച് കെയർ ചെയ്ത എല്ലാ കാര്യങ്ങളിലും ഇവർക്ക് വേണ്ടി ചെയ്യാത്ത ഒരു കാര്യവും ഈ ലോകത്തിലുണ്ടാവില്ല, എല്ലാം ചെയ്യും. എന്നാൽ
വൺസ് ഇവർ കൺട്രോളിലായി എന്ന് മറ്റേ വ്യക്തിക്ക് തോന്നുന്ന അവസ്ഥയിൽ, ഈ ടോക്സിക് പേഴ്സണാലിറ്റിക്ക് തോന്നുന്ന അവസ്ഥയിൽ ഇവരിത് ഒറ്റ വിഡ്രോവലാണ്. ഇവർ നമ്മൾ പിന്നെ നമ്മൾ ഇതുവരെ കണ്ട ആളെ അല്ല ഇവർ മുമ്പ് നമ്മൾ ചെയ്ത പോലെ കെയർ ചെയ്യുന്നില്ല. ഇവർ മൈക്രോ മാനേജ്മെൻറ്റ് പോയിട്ട് ഒരു മാനേജ്മെൻറ്റ് ചെയ്യുന്നില്ല, നമ്മളുടെ ഒരു കാര്യം അന്വേഷിക്കുന്നില്ല, ഒന്നുമില്ല. നമ്മൾ കാണുമ്പോൾ വേറൊരു പേഴ്സണാലിറ്റി ആയിട്ട് ഇവരെ കാണുകയാണ്. ഇതിനെയാണ് ലവ് ബോംബ് വിഡ്രോവൽ. ആദ്യം ഇവർ ചെയ്യുന്നത് എന്താ, ലവ് ബോംബിംഗ് ആണ്. ഭയങ്കരമായിട്ടുള്ള സ്നേഹം ഇങ്ങോട്ട് തരികയാണ്. അത് കഴിയുമ്പോൾ ഇവരെന്താ ചെയ്യുന്നത്, അതങ്ങ് വിഡ്രോ ചെയ്യും. ഇത് വിഡ്രോ ചെയ്യുന്ന അവസ്ഥയിൽ ഇതിൻ്റെ വിക്ടിം എന്ന് പറയുന്ന ആൾ, ഈ വിക്ടിം എന്ന് പറയുന്ന ആൾ ഞെട്ടുകയാണ് അവിടെ ചെയ്യുന്നത്. അതായത് ഇതുവരെ ഞാൻ കണ്ട ഒരാളെ അല്ല ഇപ്പോൾ മുതൽ ഞാൻ കാണുന്നത്. ഇവിടെ ഉണ്ടാകുന്ന ഭയങ്കരമായിട്ടുള്ള മാനസികമായിട്ടുള്ള പിരിമുറുക്കവും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും കാരണം ഇവർക്കുണ്ടാകുന്ന ഒരു തലവേദനയുണ്ട്. ആ തലവേദനയാണ് ഇപ്പോൾ പറഞ്ഞ ഈ ലവ് ബോംബ് വിഡ്രോവൽ ക്രാഷ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മെയിനായിട്ട് ഇവിടെയായിരിക്കും ഈ തലവേദന ഉണ്ടാകുന്നത്. ഇത് ദിവസങ്ങൾ നീണ്ടു നിൽക്കാം, ആഴ്ചകൾ നീണ്ടു നിൽക്കാം, അതല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇത് വന്നുകൊണ്ടിരിക്കാം. ഇത് എത്ര പോയി ഏത് ടെസ്റ്റ് ചെയ്താലും ഇവിടെ യാതൊരു പ്രശ്നവും തലയ്ക്കോ കണ്ണിനോ ഒന്നും നമുക്ക് കാണത്തുമില്ല. ഇനി എന്തുകൊണ്ടാണ് ഈ തലവേദന ഉണ്ടാകുന്നത്? ഇത് സെയിം ഒരു വിഡ്രോവൽ സിംറ്റം അല്ലെങ്കിൽ ഒരു വിഡ്രോവൽ ഇഫക്റ്റാണ് ഇവിടെയും ഉണ്ടാകുന്നത്. അതായത് സ്ഥിരമായി ഡ്രഗ്സ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, അതല്ലെങ്കിൽ ആൽക്കഹോളിക് അഡിക്റ്റ് ആയിട്ടിരിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് അത് കിട്ടിയില്ല എങ്കിൽ ഉണ്ടാകുന്ന വിഡ്രോവൽ സിംറ്റംസ് ഉണ്ട്. ഇതേപോലെ തന്നെയാണ് ഇതും. കാരണം ഇവർ ഈ ലവ് ബോംബിങ് നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്ന ഒരു ഡോപ്പാമിൻ റഷ് ഉണ്ട്. അതായത് ഭയങ്കരമായി ഡോപ്പാമിൻ എന്ന് പറയുന്ന ന്യൂറോ കെമിക്കൽ ബ്രെയിനിലേക്ക് റഷ് ചെയ്ത് കയറി ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്ത് ഇരിക്കുകയായിരുന്നു. ഇത് തന്നെയാണ് ഒരു ഡ്രഗ് അഡിക്റ്റോ ആൽക്കഹോളിക് അഡിക്റ്റോ ഏത് തരത്തിലായാലും അഡിക്ഷൻ ഉള്ള ഒരാൾക്കുണ്ടാവുന്നതും ഈ ഡോപ്പാമിൻ റഷാണ് ഉണ്ടാവുന്നത്. ഇത് പെട്ടെന്ന് കിട്ടാതെ വരുമ്പോഴാണ് ഡ്രഗ്സ് ആണെങ്കിലും ഏത് അഡിക്ഷനിലും ആൾക്കാർക്ക് വിഡ്രോവൽ സിംറ്റം ഉണ്ടാകുന്നതും അവർ വയലൻ്റ് ആകുന്നതും അവർക്ക് പ്രശ്നം ഉണ്ടാകുന്നതും. ഇതേ സെയിം അവസ്ഥയാണ് ഈ വ്യക്തിക്കും ഉണ്ടാകുന്നത്. പെട്ടെന്ന് ഇവർ ഈ ലവ് ബോംബിങ് ഇങ്ങോട്ട് നിർത്തുമ്പം ഇത് വിഡ്രോ ചെയ്ത് കഴിയുമ്പം ഇതുവരെ ഉണ്ടായിരുന്ന ആ ഡോപ്പാമിൻ റഷ് എന്ന് പറയുന്ന ഒരു സാധനം ബ്രെയിനിന് കിട്ടുന്നില്ല. കിട്ടുമ്പം ബ്രെയിൻ ഭയങ്കരമായി ഫ്രസ്ട്രേറ്റഡ് ആവും. അവിടെ ഉണ്ടാകുന്ന പെട്ടെന്നുണ്ടാകുന്ന കെമിക്കൽ ചേഞ്ചസ്, ന്യൂറോളജിക്കൽ ചേഞ്ചസ്, ബ്രെയിനുണ്ടാകുന്ന ഭയങ്കരമായ മാറ്റങ്ങൾ, ഇതിൽ വരുന്ന പ്രശ്നം കൊണ്ടാണ് ഈ തലവേദന ഉണ്ടാകുന്നത്. തലവേദനകൾ എല്ലാം ഇതാണെന്നല്ല പറയുന്നത്, ഞാൻ എടുത്തെടുത്ത് ഞാൻ പറയുന്നുണ്ട്. ഡോക്ടർമാരെ കണ്ട് പല ടെസ്റ്റുകൾ ചെയ്തിട്ടും ശാരീരികമായിട്ട് യാതൊരു കാരണങ്ങളും കണ്ടുപിടിക്കാൻ സാധിക്കാത്ത ആൾക്കാർ ഇങ്ങനെയുള്ള തലവേദനകൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഏർപ്പെട്ടിട്ടുള്ള, നിങ്ങൾ കൂടെ ജീവിക്കുന്ന, നിങ്ങൾക്ക് ഏറ്റവും അടുത്തിടപെടുന്ന ആൾക്കാരുമായി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിനാണ് പ്രതിവിധി തേടേണ്ടത്. ഇനിയും ഇത് തന്നെയാണോ നിങ്ങളെ അഫക്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാനായി കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്ന്, നിങ്ങൾക്ക് ഭയങ്കരമായ മാനസിക വിഷമം, ഈ തലവേദനയോടൊപ്പം തന്നെ മാനസിക വിഷമം ഉണ്ടാവുക നിങ്ങൾക്ക്. സാധാരണ നമുക്ക് തലവേദന എടുക്കുമ്പോൾ മാനസിക വിഷമം ഉണ്ടാകേണ്ട കാര്യമില്ല, തലവേദന ഫീൽ ചെയ്താൽ മതി. എന്നാൽ ഇങ്ങനെയുള്ള തലവേദനയുടെ കൂടെ നിങ്ങൾക്ക് മാനസികമായി ഭയങ്കരമായിട്ടുള്ള വിഷമം ഉണ്ടാകുന്നുണ്ടോ എന്ന് നോക്കുക. ആങ്സൈറ്റി, ഭയങ്കര ഉത്കണ്ഠ, ഉള്ളിൽ നിന്ന് എന്തോ ഒരു പേടി, എന്തൊക്കെയോ വരുന്നു, അങ്ങനത്തെ ഒരു സമാധാനമില്ലാത്തൊരവസ്ഥ, ഇതുണ്ടോ എന്ന് നോക്കുക. പിന്നെ ഒന്നിലും സന്തോഷമില്ലാതെ ഒരു ഡിപ്രസീവ് സ്റ്റേറ്റിലേക്ക് പോയി എന്തെന്നില്ലാത്ത ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഫീലിങ്ങും ഈ പറഞ്ഞ പോലെ ഒരു സമാധാനമില്ലാത്ത അവസ്ഥയും ഒന്നും ചെയ്യാനൊരു എനർജി ഇല്ലാത്തൊരു ഫീലിങ്, ഇങ്ങനെയൊക്കെയുള്ളൊരവസ്ഥ നിങ്ങൾക്കിതിൻ്റെ കൂടെയുണ്ടോ എന്നും കൂടി ശ്രദ്ധിക്കുക. പിന്നെയുള്ളൊരു മെയിൻ കാര്യമാണ് സെൽഫ് ഡൗട്ട് എന്ന് പറയുന്നത്. അതായത് ഈ വ്യക്തി ചിന്തിക്കുകയാണ്, അയ്യോ പെട്ടെന്ന് ഇയാളെ സ്നേഹിക്കുന്നത് നിർത്തിയല്ലോ, പണ്ടത്തെ പോലെ ഇയാൾ എന്നെ കെയർ ചെയ്യുന്നില്ലല്ലോ, എന്നെ ശ്രദ്ധിക്കുന്നില്ലല്ലോ എന്ന് തോന്നുമ്പോൾ, അയ്യോ ഞാൻ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടാണോ, അതോ ഞാൻ ചെയ്യുന്നത് ശരിയല്ലാഞ്ഞിട്ടാണോ, ഞാൻ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാഞ്ഞിട്ടാണോ എന്നൊരു സെൽഫ് ഡൗട്ട്, അല്ലെ എന്നെക്കൊണ്ട് ഇതൊന്നും കൊള്ളാഞ്ഞിട്ടാണോ, അങ്ങനൊരു സെൽഫ് ഡൗട്ടും കൂടി ഉണ്ടെങ്കിൽ, അതായത് ഇമോഷണൽ പെയിൻ, ആങ്സൈറ്റി, ഡിപ്രഷൻ, ശാരീരികമായിട്ടുള്ള ക്ഷീണം, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, പിന്നെ ഈ പറയുന്ന പോലെ സെൽഫ് ഡൗട്ട്, ഇത്രയും കാര്യങ്ങൾ കൂടി ഈ തലവേദനയുടെ ഒപ്പം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം നിങ്ങളുടെ തലവേദനയ്ക്ക് മെയിൻ കാരണം ശരീരമല്ല, സൈക്കോളജിക്കലായിട്ടുള്ള മാനസികമായിട്ടുള്ള കാരണങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. എന്നാൽ ശാരീരികമായി കാരണങ്ങളില്ല എന്നുള്ളതല്ല. എന്ത് മാനസികമായിട്ടുള്ള കാര്യങ്ങളിലും, ഏത് തരത്തിലുള്ള മാനസികമായിട്ടുള്ള സംഘർഷമാണെങ്കിലും എന്ത് കാര്യങ്ങളാണെങ്കിലും അത് അടുത്തത് അഫക്റ്റ് ചെയ്യുന്നത് ശരീരത്തിനെ തന്നെയാണ്, പ്രധാനമായി തലച്ചോറിനെ തന്നെയാണ്. അപ്പം ഇതിനുള്ള പരിഹാരമാണ് നമ്മൾ തേടേണ്ടത്. ഇതിനുള്ള പരിഹാരം എന്ന് പറയുന്നത് നിങ്ങൾ പോയി തലവേദനയുടെ മരുന്ന് കഴിക്കുകയോ പെയിൻ കില്ലർ കഴിക്കുകയോ അല്ലെ ആൻറ്റി ഡിപ്രസൻസ് കഴിക്കുകയോ ഇതൊന്നും അല്ല ഇതിൻ്റെ പരിഹാരം എന്ന് പറയുന്നത്. ഇതിൻ്റെ പരിഹാരം ഓഫ് കോഴ്സ് നിങ്ങൾക്കും ട്രീറ്റ്മെൻറ്റ് വേണം. ആ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് മരുന്ന് കൊണ്ടുള്ള ട്രീറ്റ്മെൻ്റ് അല്ല. മെയിനായിട്ട്
ഈ ടോക്സിക് ആയിട്ടുള്ള ഈ വ്യക്തിയാണ് നിങ്ങൾക്കുള്ള ഈ തലവേദനയുടെ കാരണം എന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക. രണ്ടാമത്, അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്താൽ ഈ വ്യക്തിയിൽ നിന്നും വീണ്ടും ഈ ലവ് ബോംബിങ് പ്രതീക്ഷിച്ച് ഈ വ്യക്തിയുടെ പിറകെ നടന്ന് ഈ വ്യക്തിയെ സാറ്റിസ്ഫൈ ചെയ്ത് ഈ വ്യക്തിയെ എങ്ങനെയും തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുകയല്ല നിങ്ങൾ വേണ്ടത്. കഴിവതും ആ വ്യക്തിയിൽ നിന്നും ഇമോഷണലായിട്ട് നിങ്ങൾ അകന്നു നിൽക്കുക. അതായത് ആ വ്യക്തിയിൽ നിന്നും വീണ്ടും കിട്ടണമെന്നുള്ള നിങ്ങളുടെ ആഗ്രഹത്തെ നിങ്ങൾ കുറയ്ക്കുക. പിന്നെ ചെയ്യേണ്ട മെയിനായിട്ടുള്ളൊരു കാര്യം, നിങ്ങൾക്ക് നേരത്തെ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഈ ഉണ്ടായിട്ടുള്ള സെൽഫ് ഡൗട്ട് എന്ന് പറയുന്നതിൻ്റെ ഓപ്പോസിറ്റ് നിങ്ങൾ വർക്ക് ചെയ്യണം, അതിൽ വർക്ക് ചെയ്യണം. നിങ്ങൾക്ക് സെൽഫ് ഡൗട്ട് ഉണ്ടാകേണ്ടതിന് പകരം നിങ്ങൾ സെൽഫ് വർത്ത് ഇൻക്രീസ് ചെയ്യുക അല്ലെങ്കിൽ എൻഹാൻസ് ചെയ്യുക. നമ്മളുടെ ഒരു വർത്തുണ്ട്, നമ്മളുടെ ഒരു വാല്യൂ, നമ്മളുടെ ഒരു സെൽഫ് എസ്റ്റീം, ആത്മാഭിമാനം എന്ന് പറയുന്നൊരു സാധനം, അതിനെ ഇമ്പ്രൂവ് ചെയ്യാൻ, എൻഹാൻസ് ചെയ്യാനുള്ള വഴികൾ നിങ്ങൾ നോക്കുക. കാരണം നിങ്ങൾ വീണ്ടും താഴോട്ട് പോയി മറ്റേ വ്യക്തിയെ എങ്ങനെ പ്രീതിപ്പെടുത്താമെന്നല്ല നോക്കേണ്ടത്. നിങ്ങളുടെ ഒരു സെൽഫ് എസ്റ്റീം, ആത്മാഭിമാനം എന്ന് പറയുന്ന നിങ്ങളുടെ ഒരു വാല്യൂ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുക. അതിന് പല വഴികൾ നിങ്ങൾക്ക് തേടാം. അതിനായിട്ടൊരു കൗൺസിലിങ്ങോ തെറാപ്യൂട്ടിക് സെഷനോ അല്ല തെറാപ്പി സപ്പോർട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല ഒരു ക്വാളിഫൈഡ് സൈക്കോളജിസ്റ്റിനെ നിങ്ങൾക്ക് സമീപിക്കാം. അയാളെ ഒരു മെൻറ്ററായിട്ട് നിങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോവുക. ആ വ്യക്തി നിങ്ങൾക്ക് പറഞ്ഞു തരും ഏതെല്ലാം തരത്തിൽ നിങ്ങൾക്ക് എൻഹാൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. പിന്നെയുള്ളൊരു പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് നാർസിസ്റ്റിക് അബ്യൂസിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളത്. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഒരുപാട് ഈ ഒരു കാര്യമുണ്ട്. ഇത് പണ്ട് മുതലേ ഉണ്ട്. പക്ഷേ ഇപ്പോഴാണ് ഈ നാർസിസ്റ്റിക് അബ്യൂസ്, നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നുള്ള കാര്യങ്ങളെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നത് ഇപ്പോഴാണ്. ഇത് പണ്ട് കാലം മുതലേ നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. അതിനെപ്പറ്റി നിങ്ങൾ കൂടുതൽ പഠിക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മുടെ റിലേഷൻഷിപ്പിൽ ആൾക്കാർ നമ്മളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി കാണിക്കുന്ന ഓരോ ടാറ്റിക്സ്. ഇതിൽപ്പെട്ട് നമ്മൾ ഒരു ട്രോമ ബോണ്ടിൽ, ഞാൻ എൻ്റെ മുമ്പിൽ വീഡിയോയിൽ ഇത് പറഞ്ഞിട്ടുണ്ട്, ട്രോമയാണ് നമുക്കറിയാം, നമ്മൾ നശിക്കുകയാണ്, ഇത് പെട്ട് കിടക്കുകയാണ്, എല്ലാം അറിയാം, പക്ഷേ അതൊരു ബോണ്ടും കൂടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ട്രോമ ബോണ്ടിൽ നിന്നും പുറത്തു വരിക എന്നുള്ളതാണ് ഇതിനുള്ള പരിഹാരം. അപ്പോൾ നമ്മൾ പറഞ്ഞു ലവ് ബോംബ് വിട്രോവൽ ക്രാഷ് ഹെഡേക്കിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് വളരെ സിമ്പിളായി പറഞ്ഞാൽ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആൾക്കാർ അവരുടെ വിക്ടിമിനെ കൺട്രോളിൽ കൊണ്ടുവരാൻ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ലവ് ബോംബ് ആൻഡ് വിട്രോവൽ എന്ന് പറയുന്നത്. അതായത് ഭയങ്കരമായിട്ട് ഇങ്ങോട്ട് സ്നേഹം തരിക, നമ്മളെ കൺട്രോളിലാക്കി കഴിയുമ്പോൾ അവരത് വിഡ്രോ ചെയ്യുക, വിക്ടിം ഭയങ്കരമായ ട്രോമയിലേക്ക് വരിക, എന്നിട്ട് അവരെ മാനിപ്പുലേറ്റ് ചെയ്യുക. ഇതാണ് അവസ്ഥ. അപ്പം ഈ അവസ്ഥയിൽ വിക്ടിമിനുണ്ടാകുന്ന ഹെഡേക്കാണ് ഈ ലവ് ബോംബ് വിട്രോവൽ ക്രാഷ് ഹെഡേക്ക് എന്ന് പറയുന്നത്. അപ്പം ഇതിനായിട്ട് ഒരു തെറാപ്യൂട്ടിക് ഹെൽപ്പ് എടുക്കുക, കൗൺസിലിംഗ് ഹെൽപ്പ് എടുക്കുക, ഇതിൽ നിന്നും പുറത്തു വരിക. സെൽഫ് ഡൗട്ടിന് പകരം സെൽഫ് വർത്ത് എൻഹാൻസ് ചെയ്യുക. നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കുക, ജീവിക്കാൻ തീരുമാനിക്കുക. താങ്ക് യു. Thanks for watching Dr. Dance. Subscribe to unlock the mysterious world of psychology with Dr. Abhay Daniel.